അന്ത്യാഭിവാദ്യം നൽകുകയാണ്. കേരളത്തെ മലയാളിയെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റാണ്. ഇതിനെ വളരെ ദുഃഖത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് സാമൂഹ്യ നീതിക്ക് നേരെ നിവർന്നു നിൽക്കാൻ അവരെ മാനസികമായും ശാരീരികമായും തയ്യാറാക്കിയ ആ നേതാവിനെ വിട ചൊല്ലുകയാണ്. വി എസിനെ കണ്ടോ? വി എസിനെ കണ്ടു രാവിലെ സഖാവിനെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമല്ലേ. എന്താണ് സഖാവിനെ പറ്റിയുള്ള ഓർമ്മ? എന്താണ്? പഴയ കർഷക തൊഴിലാളി ഇതിൽ വന്നതാണ്. കർഷകനാണ്. സാധാരണ കൂലിപ്പണിക്കാൻ, അതുകൊണ്ടാണ് ഇഷ്ടം. എവിടുന്ന് വരിക? ഞാൻ ഇവിടെ ആന അടുത്ത് തന്നെ കരിക്ക് ആനയാണ്. ശരി, സഖാവിനെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ്. സഖാവിനെ കണ്ടിട്ട് നിൽക്കുകയാണ്. കണ്ടായിരുന്നു. യാത്രയാക്കാൻ നിൽക്കുകയാണ്. യാത്ര അയക്കണം. ഇപ്പോൾ 2 മണിക്ക് എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പോകാനുള്ള പരിപാടിയിലാണ്. വ്യക്തിപരമായ ഓർമ്മകളൊക്കെ ഉണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഞാനല്ലാതെ കണ്ട് പരിചയമുള്ളതൊക്കെ ഉള്ളൂ. പ്രസംഗം, മൈതാനങ്ങൾ. സഖാവിനെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. അതെ. എന്താണ് സഖാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ജനസാഗരമായി നിൽക്കുന്നത്. അതുതന്നെയാണ് സഖാവിനെ കുറിച്ച് പറയാനുള്ളത്. ജനങ്ങളെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു നേതാവ്. ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അവസാന നിമിഷം വരെ ഉണ്ടാവും. കൊണ്ടുപോയതിന് ശേഷമേ വീട്ടിൽ പോകുള്ളൂ. അത് തന്നെയാണ്. കണ്ടു. വലിയ തിരക്കായിരുന്നു അല്ലേ? രാവിലെ മുതലേ തിരക്കാണ്. ഒരേ രീതിയിൽ തിരക്ക് നിൽക്കുകയാണ്. ജനങ്ങളുടെ ഒരു സഖാവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. തൊഴിലാളി സംഘടനകളുടെ ഒക്കെ ഒരു വലിയ അത്താണിയായിരുന്നു. സ്വാഭാവികമായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സഖാവുമായിട്ട് മാനസികമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഒരു വിഷയം ചെന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടുന്നതിനുള്ള ജാഗ്രത, വളരെ കൃത്യമായി അത് ചെയ്യുന്ന ഒരു രീതി ഒക്കെ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ്. വിഷയങ്ങൾ പറഞ്ഞാൽ പരിഹാരമാകാൻ തോന്നിയ ഇടമാണ് ഇപ്പോൾ ഇടം. ജനങ്ങളുടെ ഒരു സാധാരണപ്പെട്ടവരുടെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ പ്രതീക്ഷ നഷ്ടമായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കുറേയധികം ആളുകൾ ഇപ്പോൾ മടങ്ങുകയാണ്. ചേച്ചി, വി എസിനെ കണ്ട് മടങ്ങുകയാണോ? കണ്ടു. സഖാവിനോടുള്ള ഓർമ്മ എങ്ങനെ? ഇഷ്ടമാണോ? സഖാവിനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വന്നത്, കാണാൻ വേണ്ടിയിട്ട് വന്നത്. അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നത്. എവിടുന്നാണ് വരുന്നത്? നെടുങ്കാട്, കരമന നെടുങ്കാട്. എല്ലാവരും അവിടെ നിന്നാണ്. നമ്മൾ പാർട്ടി മെമ്പർമാരും ഇത് ജില്ലാ കമ്മിറ്റി അംഗമാണ് മകളയുടെ. ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. അത് എൽസി മെമ്പറാണ്. വി എസുമായി ഇവിടെ എത്തുമ്പോഴൊക്കെ പിന്നെ വി എസിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നായകനാണ്. നമുക്ക് വിട്ട് പിരിഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട്, വിഷമമുണ്ട്. അതാണ് ഇത്ര വയ്യെങ്കിലും ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയാണ്. അത് ഭയങ്കര വിഷമം, മാനസികമായിട്ട് വിഷമമാണ്. എന്തായാലും അങ്ങനെ തന്നെയാണ്. ഇത്രയും ആളുകൾ ഇവർ കണ്ടവരാണ്. ഈ കണ്ടവർ കാത്തു നിൽക്കുകയാണ്. അവസാനമായി അന്ത്യാഭിവാദം നൽകി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രിയ സഖാവിന് യാത്ര അയക്കാൻ. വി എസിനെ കണ്ടു. ഇപ്പം യാത്ര അയക്കാൻ നിൽക്കുകയാണ്. അതെ, യാത്ര അയക്കാൻ അവസാനത്തിലേക്ക് കാണാൻ എന്നെക്കൊണ്ട് വീണ്ടും കാണണം. കൂടെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കൂടെ പോകുന്നുണ്ടോ? കൂടെ ഇന്ന് പോയില്ലേ നാളെ അവിടെ എത്തും. എവിടുന്ന് വരിക? ഇവിടെ ട്രിവാൻഡ്രത്തിൽ. അത്രമാത്രം അടുപ്പം സഖാവിനോടുണ്ട്. അങ്ങനെയല്ല, മാനസികമായിട്ടുള്ള അടുപ്പം. അല്ല, വേറെ രാഷ്ട്രീയമായിട്ട് പ്രായത്തിൽ വ്യത്യാസമുണ്ടല്ലോ. രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്? ഇല്ല, വ്യത്യാസമൊന്നുമില്ല. അതേ പാർട്ടിയല്ല. പല പ്രാവശ്യവും പല കാര്യങ്ങളും. എന്തായാലും അവസാനമായി ഒരു അഭിവാദ്യം. അതെ, ഓക്കെ. അപ്പം അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അവസാനമായി ആ യാത്രയയപ്പ് നൽകാൻ നിൽക്കുകയാണ്. അവരെല്ലാവരും പലതവണ കയറി പ്രിയ സഖാവിനെ കണ്ട് ഇപ്പോൾ യാത്ര അയക്കാൻ നിൽക്കുകയാണ്. രാഹുലാണ് വ്യത്യസ്തമായ ആളുകളുടെ പ്രതികരണങ്ങൾ തേടിയത്. എല്ലാവരും